ഹലോ, വെൽക്കം ബാക്ക്. ഇത് ഇച്ചായൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ഫെബ്രുവരി 14-നാണ്. ഇന്നലെ ഞങ്ങൾ QRS പോയിട്ടുണ്ടായിരുന്നു. വേറെ ഒരു AC മേടിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ QRS പോയത്. അവിടെ ചെന്നപ്പോൾ ഇച്ചായൻ ഈ ഒരു സാധനം കണ്ടു. അതായത് നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ പോലത്തെ ഒരു ഇതാണ്. അതിന് മൈക്കും കൂടെ ഉണ്ടാവും. ഇച്ചായൻ കുറേ നാളായിട്ട് പറയുമായിരുന്നു ഇത് മേടിക്കണം, ഇച്ചായനത് വേണം എന്നൊരാഗ്രഹം. ഇച്ചായൻ കുറേ നാളായിരുന്നു, എനിക്കത് ഒരു 2 ഇയറെങ്കിലും 2 വർഷം എങ്കിലും ആയിക്കാണ് ഇച്ചായൻ ഇത് പറയാൻ തുടങ്ങിയിട്ട്. നമ്മൾ നോർമലി ഇതിലൊക്കെ നോക്കുമായിരുന്നു, ഓൺലൈൻ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്നൊന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ മേടിച്ചില്ല. അപ്പോൾ ഇന്നലെ യാദർശികമായിട്ട് അവിടെ എല്ലാം അത് നമ്മൾ ഈ പ്രൊസീജിയർ AC മേടിച്ചു, അതിൻ്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴായിരുന്നു ഇത് കണ്ടത്. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു കൊള്ളാം, നമുക്കൊന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞു. നോക്കി അപ്പോൾ നല്ല രസമുണ്ട്. അപ്പം ആ സമയത്ത് മോൻ ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും മേടിക്കാം, ഇച്ചായൻ്റെ ബർത്ത്ഡേ വരെയല്ലേ, ഇച്ചായന് സന്തോഷം. അങ്ങനെ ഞാൻ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞാനിത് ഇച്ചായന് മേടിച്ചു കൊടുത്തു. ഇച്ചായൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു. വീട് അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ വീടാണ്, അനിയൻ്റെ വീടാണ്, ലിജുവിൻ്റെ വീടാണ്. അവിടെ കൊണ്ടുവന്നു, തുറന്നു. പിന്നെ ഒരു മേളമായിരുന്നു, അറിയാമല്ലോ, മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരെയും കാണില്ല എന്ന് പറഞ്ഞ പോലെ അവൻ മൈക്ക് മേടിച്ച് വെച്ച് പാടുന്നു, ചാടുന്നു, ഓടുന്നു. പിന്നെ അവൾ മൈക്ക് മേടിച്ചു. ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല വീഡിയോസൊന്നും. അങ്ങനെ സോണി, അതായത് എൻ്റെ അനിയത്തി മീനു, അവൾ മൈക്ക് മേടിച്ചു, അവൾ പാടി. അവന് വേറെ ആർക്കും മൈക്ക് കൊടുക്കുന്നില്ലായിരുന്നു. ഇന്നലെ രാത്രി മൊത്തം ഇത് തന്നെയായിരുന്നു പരിപാടി. ആരെങ്കിലും അകത്ത് സിറ്റ് ഔട്ടാണ്, അകത്ത് ആരെങ്കിലും കയറിപ്പോയാൽ പറയും ഇറങ്ങി വാ എന്ന് പറയും. അങ്ങനെ ആകെ ഒരു മേളമായി. നല്ലൊരു നൈറ്റായിരുന്നു ഇന്നലെ. ഈ മൈക്കൊക്കെ വെച്ചിട്ട് സൂപ്പറായിരുന്നു.